ഹായ് ഹലോ ആദ്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും സാറും നിരഞ്ജനയും കൂടി അതിരാവിലെയുള്ള മെമ്മുവിൽ കൊല്ലത്ത് നിന്നും എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പം നിരഞ്ജന LLB കഴിഞ്ഞു. അപ്പം നിരഞ്ജൻ്റെ എൻറോൾമെൻറ്റാണ് ഈ മാസം ഒക്ടോബർ മാസം പകുതിയോടുകൂടി. അപ്പം അതിൻ്റെ ഒരു വെരിഫിക്കേഷനുണ്ട് എറണാകുളത്ത് വെച്ച്. അപ്പം അതിനായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അതേണ്ട നമ്മുടെ ഈ മെമ്മുവിൽ നോക്കി ആരുമില്ല കേട്ടോ രാവിലത്തെ ഈ ഒരു യാത്രയിൽ. അപ്പം കണ്ട ഓരോ സീറ്റിലും ഓരോരുത്തരായിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം ഒരു 8-8:30 കൂടി നമുക്ക് അവിടെ ബാർ കൗൺസിലിൽ എത്തണം, ഹൈക്കോർട്ട് ജംഗ്ഷനിൽ. അപ്പം അതിനാണ് രാവിലെ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം എന്താണ്ട് ഏകദേശം നേരമൊക്കെ വെളുത്ത് തുടങ്ങി. ആ സമയത്ത് നമ്മളിതാ തൃപ്പൂണിത്തുറ ആ ഒരു സ്റ്റേഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരുപാട് പേരും അങ്ങ് ഇറങ്ങും കേട്ടോ. കാരണം ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ നമ്മളുടെ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരും ഇവിടുന്ന് ഇറങ്ങിയിട്ട് ആ ഒരു മെട്രോയിൽ കയറി ജോലി സ്ഥലത്തേക്കും കോളേജിലേക്കും ഒക്കെ പോകാനാണ് കേട്ടോ ശ്രമിക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പേര് ഇറങ്ങാറുണ്ട് കേട്ടോ ഈ തൃപ്പൂണിത്തുറയിലേക്ക്. അപ്പം നമ്മൾ അടുത്ത സ്റ്റേഷനാണ് നമുക്ക് ഇറങ്ങേണ്ടത്. നമ്മളിതാ എറണാകുളം സ്റ്റേഷനിലേക്ക് വന്ന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിച്ച് ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ സ്റ്റേഷന് വെളിയിലേക്ക് പോകാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ മേനകയിലേക്കും ഒക്കെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റോളം നടന്ന് പോയി ആണ് നമ്മൾ ബസ് കയറാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് സൗത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ അടുക്കുന്നതിന് തന്നെ ഞങ്ങൾക്കൊരു ഇലക്ട്രിക് ബസ് കിട്ടി. അപ്പം ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ വരുന്നുണ്ട്, ഇലക്ട്രിക് ബസ്സുകൾ വരുന്നുണ്ട് പല പല ഭാഗത്തേക്കും പോകുന്നത്. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ എറണാകുളത്ത് പോകുന്നെങ്കിലും നമ്മൾ പല പല സ്ഥലങ്ങളിലേക്കും എറണാകുളത്ത് വന്നിട്ട് പോകുന്നെങ്കിലും എറണാകുളത്ത് കൂടെ പോകുന്നെങ്കിലും ഒക്കെ നമ്മൾ ഈ ഹൈക്കോർട്ട് ജംഗ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഈ ഹൈക്കോടതി കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ സത്യത്തിൽ വാർത്തകളിൽ മാത്രമാണ് കോടതി കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പം അതെനിക്കൊരു ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷം വരും കേട്ടോ. അപ്പം നമ്മൾ കയറിയ ബസ് ഹൈക്കോർട്ടിൻ്റെ മുൻപിൽ കൂടെയാണ് കേട്ടോ പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മുൻപിലേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചു. അപ്പം നമ്മുടെ ഏറ്റവും പരമോന്നത ആ ഒരു നീതിപീഠം ആ ഒരു ഹൈക്കോർട്ടിൻ്റെ മുമ്പിൽ ഇറങ്ങിയപ്പോൾ സത്യത്തിൽ ഭയങ്കര സന്തോഷം, നമുക്കെന്തോ ഒരു പ്രൗഡൊക്കെ നമുക്ക് അനുഭവപ്പെടും കേട്ടോ അത് കാണുമ്പോൾ തന്നെ. അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ബാർ കൗൺസിൽ ഓഫ് കേരളയിലോട്ടാണ് കേട്ടോ പോകേണ്ടത്. അപ്പം ഹൈക്കോർട്ടിൻ്റെ തൊട്ട് ഇരിക്കുന്ന ആ ഒരു കെട്ടിടം തന്നെയാണ് കേട്ടോ ബാർ കൗൺസിൽ. അപ്പം ഞങ്ങൾക്ക് അവിടെ വെച്ചാണ് ഞങ്ങളുടെ വെരിഫിക്കേഷൻ നടക്കുന്നത്. അപ്പം അവിടത്തേക്കാണ് കേട്ടോ ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പം അവിടെ ഏകദേശം 8 മണിക്ക് മുമ്പ് തന്നെ അവിടെ തുറന്ന് അവിടെ ഒരു രജിസ്റ്റർ വെച്ചേക്കും. അപ്പം ആദ്യം വരുന്നവർ ആ രജിസ്റ്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിടും. അപ്പം അതനുസരിച്ചാണ് നമ്മളെ അവിടെ വെരിഫിക്കേഷനായിട്ട് വിളിക്കുന്നത്. അപ്പം ആദ്യം എത്തുന്നവർക്ക് ആദ്യം പോവാം. അങ്ങനെയാണുള്ള ആ ഒരു രീതിയാണ് അവിടെ കേട്ടോ. അപ്പം നമ്മൾ പേര് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഹൈക്കോടതിയുടെ മുമ്പിലുള്ള ആ ഒരു തട്ടുകടയിലേക്ക് പോയി നമ്മളൊരു ചായ കുടിച്ചു. അപ്പോൾ ചായ കുടിക്കാൻ നേരത്ത് ഞാൻ ഇങ്ങനെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. അപ്പം അതിനുശേഷം നമ്മൾ വീണ്ടും ബാർ കൗൺസിൽ ആ ഒരു കെട്ടിടത്തിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അപ്പം അവിടെ തന്നെയാണ് നമുക്ക് വെരിഫിക്കേഷൻ നടക്കുന്നത്. അപ്പം അവിടെ ഒരു ഹാളുണ്ട്. അപ്പം നമ്മൾ ഹാളിലേക്ക് കടന്നിരിക്കണം കേട്ടോ. അപ്പോൾ രജിസ്റ്റർ ചെയ്ത എല്ലാ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും എല്ലാം ആ ഒരു ഹാളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം നമ്മളൊക്കെ നേരത്തെ ചെന്നുവെങ്കിലും അവിടുത്തെ ആ ഒരു വെരിഫിക്കേഷൻ ആ ഒരു പ്രോസസ്സിങ് തുടങ്ങിയപ്പോൾ 10:30 മണി കഴിഞ്ഞു കേട്ടോ. 11 മണിയോടുകൂടിയാണ് തുടങ്ങിയത് കേട്ടോ. അതുപോലെ നിരഞ്ജനെ വിളിച്ചപ്പോഴും ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം എല്ലാ സർട്ടിഫിക്കറ്റുകളും എല്ലാം ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പം അവരതെല്ലാം ചേർന്ന് ഒക്കെ നോക്കിയതിന് ശേഷം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നിരഞ്ജനയ്ക്ക് എൻറോൾമെൻറ്റിനും അല്ലാതെ പ്രാക്ടീസിനും ഒക്കെ ആവശ്യമായ ഗൗണും കോട്ടും ഒക്കെ ഒന്ന് നോക്കണമായിരുന്നു. അപ്പം നമ്മൾ അതിനടുത്തുള്ള ഒരു കടയിൽ തന്നെ കയറി, ഹൈക്കോർട്ടിന് ഓപ്പോസിറ്റുള്ള ഒരു കടയിൽ തന്നെ കയറി നമ്മൾ ഗൗണും കോട്ടും ഒക്കെ 1-2 ഒക്കെ മേടിച്ചു. അപ്പം അതൊക്കെ ഒന്നിട്ട് നോക്കി. അപ്പം എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വരാനായിട്ട് പോവുകയാണ്. പിന്നെ അതിനടുക്ക തന്നെ ഞങ്ങൾ ഫുഡും കൂടെ കഴിച്ചു കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഇനി വന്നിട്ട് ട്രെയിനിൻ്റെ സമയമായി പോകും കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാൻ സമയം കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ചോറ് കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വെരിഫിക്കേഷൻ ഈ ഒരു വ്ളോഗ്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എൻറോൾമെൻ്റ് ആണ് നിരഞ്ജനയുടെ. അപ്പം അത് ഒക്ടോബർ പകുതിയോടുകൂടി ആണ് എൻറോൾമെൻറ്റ്. അപ്പം നമുക്ക് ഒന്നും കൂടി നമ്മുടെ ഹൈക്കോർട്ടിനെ ഒന്നും കൂടി കാണാം കേട്ടോ. ഓക്കെ.